മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ക്രിസ്തുമസ് സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത് മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ. കേരള സംസ്ഥാന സർക്കാർ 2025 ഡിസംബർ 16 തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവത്സര സ്നേഹസംഗമത്തിൽ പങ്കെടുത്ത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ. സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിയ ചടങ്ങിൽ വിവിധ ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു. സന്ദർശനം നടത്തി. ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ പാത്രിയാർക്കീസ് ബാവായെ ഡിസംബർ 17 പത്തനംതിട്ട മഞ്ഞിനിക്കര ദയറായിൽ വെച്ച് മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ സന്ദർശിച്ചു. സഭാപരമായ സൗഹൃദവും സാഹോദര്യവും പുതുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സന്ദർശനം നടത്തിയത്. അഭിവന്യ ബെസേലിയോസ് ജോസഫ് ബാവയും സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ മറ്റു പിതാക്കന്മാരും സന്നിഹിതരായിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കൂരിയ മെത്രാൻ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പായെ തിരഞ്ഞെടുത്തു. സിനഡൽ കമ്മീഷൻ സെമിനാറും മീറ്റിംഗും നടത്തപ്പെട്ടു. സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജിയുടെ മീറ്റിംഗ് ഡിസംബർ 13 തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെൻട്രൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ ഡോക്ടർ അലക്സ് കൊല്ലങ്കളം സിറിയക് മരിയോളജി എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നയിച്ചു. തുടർന്ന് സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജിയുടെ മീറ്റിംഗ് നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് സിനഡൽ കമ്മീഷൻ ഫോർ തിയോളജി സെക്രട്ടറി ഫാദർ ഡോക്ടർ ജോളി കരിമ്പിൽ നേതൃത്വം നൽകി. പാസ്റ്ററൽ കൗൺസിൽ സമ്മേളനം നടത്തപ്പെട്ടു. തിരുവല്ലാധിപതിരാസനത്തിലെ 18ാമത് പാസ്റ്ററൽ കൗൺസിലിന്റെ 6ാം സമ്മേളനം ഡിസംബർ 19 തിരുവല്ല ശാന്തിനിലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവല്ലാധിപതിരാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ തിരുവല്ലാധിപതിരാസന മുഖ്യ വികാരി ജനറൽ ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിയുടെ നേതൃത്വത്തിൽ ആരാധനാക്രമ വർഷത്തിൽ അതിഭദ്രാസനം നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. തുടർന്ന് ആരാധനാക്രമ വർഷത്തെ ആസ്പദമാക്കി ഫാദർ ഡോക്ടർ തോമസ് പ്രമോദ് OIC ക്ലാസ് നയിച്ചു. അതേ തുടർന്ന് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയികളായ അതിഭദ്രാസന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ ഉന്നത വിജയവും നേട്ടവും കരസ്ഥമാക്കിയവരെയും ആദരിച്ചു. സമ്മേളനത്തിൽ വികാരി ജനറൽ ഫാദർ വർഗീസ് മരുതൂർ, ചാൻസലർ ഫാദർ ജോസ് മണ്ണൂർ കിഴക്കേതിൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ആരാധനക്രമ വർഷ പരിശീലനം നടത്തപ്പെട്ടു. മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ വൈദികർക്കും മൂവാറ്റുപുഴ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിനുമായുള്ള ആരാധനക്രമ വർഷ പരിശീലനം ഡിസംബർ 15 PG ദർശന പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ യൂഹാനന്മാർ തേഡോഷ്യസ് മെത്രാപ്പൊലീത്ത പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ആരാധനക്രമ വർഷ കോർഡിനേറ്റർ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ബെർണാഡ് വലിയവിള, അസോസിയേറ്റ് കോർഡിനേറ്റർ ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മാർത്താണ്ഡം ഭദ്രാസനത്തിലെ സിസ്റ്റേഴ്സിനായുള്ള ആരാധനാക്രമ വർഷ പരിശീലനം ഡിസംബർ 16 മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം പ്രൊവിൻസിൽ വെച്ച് നടത്തപ്പെട്ടു. ആരാധനാക്രമ വർഷ കോർഡിനേറ്റർ അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ബത്തേരി ഭദ്രാസനത്തിലെ വൈദികർ ആരാധനാക്രമ വർഷ പരിശീലനം ഡിസംബർ 17 ബത്തേരി ബിഷപ്സ് ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്ത പരിശീലന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ തോമസ് പ്രമോദ് OIC, ഫാദർ സ്കോട്ട് സ്ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. താബോർ 2025 നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസനത്തിലെ യുവ വൈദികർക്കായുള്ള ഓൺഗോയിങ് പ്രീസ്ലി ഫോർമേഷൻ ഡിസംബർ 19 താബോർ എന്ന പേരിൽ പാറശാല സ്പാർക്കിൽ വെച്ച് നടത്തപ്പെട്ടു. പാറശാല ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്രമീകരണങ്ങൾക്ക് പാറശാല ഭദ്രാസന വികാരി ജനറൽ ഫാദർ സെലിൻ ജോസ് കോണത്തുവിള, ഫാദർ പ്രബീഷ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ലോകം മുഴുവൻ ദൈവപുത്രനായ യേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ എല്ലാവർക്കും മലങ്കര കാത്തലിക് TVയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.